പാകിസ്ഥാനികൾ ഞെട്ടിപ്പോയി. ഒരു കൂറ്റൻ ബുൾഡോസർ തങ്ങളുടെ എംബസിയുടെ നേരെ ഇരച്ചു വരികയാണ്. വന്നു എന്ന് മാത്രമല്ല, ഇടിച്ചങ്ങ് നിരത്താൻ തുടങ്ങി. എംബസിയുടെ മുന്നിൽ ഉണ്ടാക്കിയിരുന്ന ബാരിക്കേഡുകൾ തകർത്തു. അവിടെ ഉണ്ടായിരുന്ന ക്യൂ സിസ്റ്റത്തിൻ്റെ സംവിധാനങ്ങൾ തകർത്തു. പിന്നെ അവിടെ കുറേ ആളുകൾക്ക് പാകിസ്ഥാനികൾ വിസ എടുക്കാനും പാസ്പോർട്ട് പുതുക്കാനും ഒക്കെ വരുമ്പോൾ അവർക്ക് വെയിലും മഴയും കൊള്ളാതെ നിൽക്കാനുണ്ടാക്കിയിരുന്ന ഷെഡുകൾ ഉണ്ടായിരുന്നു, ഇടിച്ചു പൊളിച്ചു നീക്കി. അവിടെ കോൺക്രീറ്റിൻ്റെ ബാരിക്കേഡുകൾ ഉണ്ടായിരുന്നു, അതെല്ലാം തൂത്തുപെറുക്കി എടുത്ത് കളഞ്ഞു. അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാൻ്റെ എംബസി തവിടുപൊടി. എവിടെയാണ് നടന്നത്? ഡൽഹിയിലെ ചാണക്യപുരിയിലാണ് പാകിസ്ഥാൻ്റെ എംബസി പ്രവർത്തിക്കുന്നത്. പാകിസ്ഥാൻ്റെ എംബസി എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ മാത്രമല്ല, എല്ലാ രാജ്യങ്ങളുടെയും എംബസി അവരുടെ രാജ്യത്തിൻ്റെ ഒരു പരമാധികാരത്തിൻ്റെ ഭാഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ആ രാജ്യം തന്നെയാണ്. അവിടെ അതിനകത്ത് എംബസിക്കകത്ത് അവരുടെ സേനയുണ്ടാവും. അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് അവരുടെ സ്വന്തം രാജ്യത്ത് നിൽക്കുന്ന പ്രിവിലേജുകൾ ഉണ്ടാവും. എംബസിക്കകത്തേക്ക് മാതൃരാജ്യം, അതായത് ഏത് രാജ്യത്താണോ എംബസി ഉള്ളത് ആ രാജ്യത്തിലെ സൈന്യം പോലും അതിനകത്തോട്ട് കയറാറില്ല. അതുപോലെ വിദേശ രാജ്യങ്ങളുടെ നമ്മുടെ നാട്ടിലെ ഒരു ഭൂമി പ്രദേശം പോലെയാണ് എംബസികൾ കണക്കാക്കുന്നത്. ആ എംബസിയാണ് മോദിയുടെ സർക്കാർ ബുൾഡോസർ വെച്ച് ഇടിച്ചു നിരത്തിയത്. എംബസി കെട്ടിടം മാത്രം ബാക്കിയായി. ഞെട്ടിപ്പോയി പാകിസ്ഥാൻ. കാരണം പാകിസ്ഥാൻ വിചാരിച്ചു പഴയ ഇന്ത്യ എന്ന് ഒരിക്കൽ കൂടി വെറുതെ അങ്ങ് തെറ്റായി വിചാരിച്ചു പോയി. ഒരുപാട് അനുഭവം കിട്ടിയിട്ടുണ്ട് പാകിസ്ഥാൻ. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ പാകിസ്ഥാന് മനസ്സിലായി ഇന്ത്യ എന്താണെന്നുള്ളത്.